ശിവരാത്രിക്കായി ആലുവ മണൽപ്പുറം ഒരുങ്ങി. മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിരക്ക് കണക്കിലെടുത്ത് ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. മെട്രോ അധിക സർവീസ് നടത്തുന്നുണ്ട്. വാർത്തയിലേക്ക്. പിതൃബലി തർപ്പണത്തിന് ജനലക്ഷങ്ങളെത്തുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ മഹാശിവക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിക്കും. വൈകിട്ടോടെ പുഴയോരം ജനനിബിഡമാകും. കുംഭത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകും. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി അരിഭക്ഷണം കഴിക്കാതെ ഒരിക്കലെടുത്തു വരുന്ന ഭക്തർ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തും. ദേവസ്വം ബോർഡ് 116 ബലിത്തറകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിത്തറകളുടെ സൗകര്യങ്ങൾ, സുരക്ഷാ സംബന്ധമുള്ള കാര്യങ്ങൾ, എല്ലാ രീതിയിലും വരുന്ന ഭക്തർക്ക് അവരുടെ ആചാരപരമായ രീതിയിൽ ബലികർമാദികൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. കൂടാതെ പുഴയിൽ ബാരിക്കേഡുകൾ തീർത്ത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബലിതർപ്പണം ചെയ്യാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് അന്നദാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 2000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. 16ഓളം CCTV ക്യാമറകൾ 4 വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ വാച്ച് ടവർ ഉൾപ്പെടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ, സ്കൂബിയുടെ ടീം തുടങ്ങിയ ടീമുകൾ ഉണ്ട്. ആംബുലൻസ് സജ്ജീകരണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ, സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സന്നദ്ധ സംഘടന നേതൃത്വത്തിലെല്ലാം. KSRTC 250ഓളം ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തും. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി ചേരുകയാണ്. എബി, അതായത് ഈ ആലുവ മണപ്പുറത്തടക്കമുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായി നൽകാനാകുന്ന വിവരങ്ങൾ? അജിംഷാദ്, ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ അർദ്ധരാത്രി മുതലാണ് ഔദ്യോഗികമായിട്ട് ഈ ഇതിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ പിതൃതർപ്പണ ചടങ്ങുകളുടെ തുടക്കമെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ, ഇപ്പോൾ ശിവരാത്രി ദിവസമാണ്, ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഭക്തജനങ്ങൾ എത്തുന്നു. അവിടെ ഈ ആലുവ മണപ്പുറം വളരെ സജീവമായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിതൃതർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ അർദ്ധരാത്രിയോടുകൂടി ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക്, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ചടങ്ങുകളിലേക്ക് കടക്കുക. പക്ഷേ അതിനു മുമ്പേ തന്നെ ആളുകൾ എത്തുന്നു. ഈ ശിവരാത്രി ദിവസം ആലുവ മണപ്പുറം ഇനിയിപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ആ ദൃശ്യങ്ങളിലേക്ക് ഒരുപക്ഷെ നമുക്ക് പോകുന്നതായിരിക്കും. കുറെ കൂടെ ആ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് ഈ ആലുവ മണപ്പുറത്തെ ഈ ഒരു ഇവിടെ നിരവധിയായിട്ടുള്ള ബലിത്തറകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കൊക്കെ ആളുകൾ എത്തുകയാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ തങ്ങി അതിനുശേഷം അവർ ഈ ചടങ്ങുകളെല്ലാം തന്നെ പങ്കെടുക്കുന്നു. അതിനുശേഷം ഈ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ പുലർച്ചെയാണ് ഇതിന്റെയൊക്കെ ഒരു ഏറ്റവും ഇതിന്റെ ഒരു വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ ഇന്ന് മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുകയും ഈ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നിരവധിയായിട്ടുള്ള ഏതാണ്ട് 120-ൽ പരം ബലിത്തറകളാണ് ഇതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ ഈ ലേല ചടങ്ങുകളെല്ലാം തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ആലുവയിലെ ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലുള്ള വലിയ നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഈ ബലിയിടുന്ന ആളുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് ആലുവയിലെ ഈ ഒരു പുഴയുടെ സൈഡിൽ വലിയ രീതിയിൽ ഈ ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഒരു അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ CCTV ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ CCTV സ്ഥാപിച്ചിരിക്കുന്നു. CCTV നിരീക്ഷണം ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ സുരക്ഷയുടെ കാര്യത്തിൽ
വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആലുവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രധ്വനികളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോ രാവിലെ നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥിതിയെ ആയിരിക്കില്ല ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ നാളെ ഇതിന്റെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം എന്ന് പറഞ്ഞൊരു ചൊല്ല് തന്നെ ഉണ്ട്. കാരണം അത്രയേറെ ജനസാന്നിധ്യം കൊണ്ട് നിറയുന്ന ഒരിടമാണ് മലയാളികളെ സംബന്ധിച്ച് ആലുവ മണപ്പുറം, അല്ലേ എബി? തീർച്ചയായും ഇപ്പൊ മലയാളികൾ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു ചടങ്ങ് ഞായറാഴ്ച വരെ ഒരുപക്ഷെ ഇത് ഉണ്ടാവും. കാരണം ഈ മാസത്തെ പ്രധാനപ്പെട്ട ഈ വാവ് ദിവസം കൂടിയാണ് ഞായറാഴ്ച. അതുകൊണ്ട് ഞായറാഴ്ച വരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് പോകാൻ കഴിയും. ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ആലുവയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് ആലുവ മണപ്പുറം നിലവിലുള്ളത്. ഇവിടെ അതിനുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനുള്ള നടപടിക്രമം, ഒപ്പം തന്നെ ഗതാഗത ക്രമീകരണങ്ങൾ, ഈ വാഹനങ്ങൾക്ക് വഴിതിരിച്ചു വിടുക, ഒപ്പം തന്നെ ഇവിടേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്താതിരിക്കുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ചെയ്യുക. കാരണം അവിടെ നിന്ന് ആളുകൾക്ക് നടന്നു വരുന്നത് തന്നെയാണ് ഏറ്റവും സൗകര്യം. കാരണം വാഹനങ്ങളൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൊച്ചി മെട്രോ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്നും നാളെയും സർവീസുകൾ അധികമായി തന്നെ നടത്തുന്നു. സർവീസുകൾ നേരത്തെ ആരംഭിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ KSRTC സ്പെഷ്യൽ സർവീസുകൾ ഏതാണ്ട് 250 പരം സർവീസുകളാണ് കൂടുതലായി KSRTC ഒരുക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ആലുവയിലെ ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ തന്നെ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം നാളെയാണ് പ്രധാനമായി ഇത്തരത്തിലൊരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടാനിരിക്കുന്നത്. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തി ഇങ്ങനെ ഇവിടെ ഈ ആലുവ ഈ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്ന ബലിത്തറകളെല്ലാം തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിതൃമോക്ഷം തേടിക്കൊണ്ടുള്ള അവരുടെ പ്രാർത്ഥനകൾ, പൂജകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒക്കെ ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും ഈ നാളെ ആണെങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്കിവിടെ ആലുവയിൽ അനുഭവപ്പെടുകയാണ്. ജിംഷാദ്, തീർച്ചയായും അബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ ആലുവ മണപ്പുറത്തിന്റെ തീരത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളായി നൽകിയത്. ആലുവ മണപ്പുറത്തും മറ്റ് ക്രമീകരണങ്ങളുമൊക്കെ അധികൃതർ നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് എബി നൽകിയത്.